Hi, in this lecture we are going to discuss about variable capacitors. Variable capacitors നെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പറയാൻ പോകുന്നത്. Now, by adjusting some parameters, we can vary the capacitance of a capacitor. Capacitorsന്റെ some parameters adjust ചെയ്തിട്ട് നമുക്ക് capacitance value vary ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So, by adjusting some parameters, we can vary the capacitance of the capacitors. ഓക്കെ, അപ്പോൾ ഈ വേരിയബിൾ കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി അഡ്ജസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് റേഡിയോ റിസീവറിലൊക്കെ നമ്മൾ റിസീവ് ചെയ്യേണ്ട ഫ്രീക്വൻസി നമുക്ക് വേരിയേഷൻ ചെയ്യേണ്ടി വരും അല്ലെ. ഇപ്പോൾ നമ്മൾ FM റിസീവേഴ്സിലാണെന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് ടു സെറ്റ് ദ ഫ്രീക്വൻസി ടു എ സർട്ടൻ ഫ്രീക്വൻസി ബാൻഡ്. അതിനുശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു ഫ്രീക്വൻസി ബാൻഡിലേക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. So all these variations are done by varying the capacitance of the capacitors. Capacitorsന്റെ capacitance value vary ചെയ്തിട്ടാണ് ഈ എല്ലാ വേരിയേഷൻസും നടത്തുന്നത്. So mainly these variable capacitors are used for adjusting the frequency. That is, they are mainly used in radio receivers or radio tuners, we can say. Now commonly used variable capacitors are, first one is the gang capacitor, second one is the trimmer, and finally padder. So these are the commonly used variable capacitors. And a capacitor, variable capacitor can be represented using this symbol. ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു വേരിയബിൾ കപ്പാസിറ്ററിനെ ഒരു സർക്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഒരു നോർമൽ കപ്പാസിറ്ററിന്റെ സിമ്പിൾ വിത്ത് ആൻ ആരോ മാർക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു സർക്യൂട്ടിൽ വേരിയബിൾ കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Now, ഈ ഓരോ കപ്പാസിറ്റേഴ്സും എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്, കൺസ്ട്രക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഗ്യാങ് കപ്പാസിറ്റർ. ഗ്യാങ് കപ്പാസിറ്ററിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Now, this is the structure of a gang capacitor. ഒരു ഗ്യാങ് കപ്പാസിറ്ററിന്റെ സ്ട്രക്ചർ ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഗ്യാങ് കപ്പാസിറ്ററിൽ എങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഈ ഒരു ഗ്യാങ് കപ്പാസിറ്ററിൽ നമുക്ക് ഫിക്സഡ് പ്ലേറ്റ്സും അതേപോലെ മൂവിങ് പ്ലേറ്റ്സും ഉണ്ടാവും. മൂവിങ് പ്ലേറ്റ്സിനെ നമ്മളൊരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഫിക്സഡ് പ്ലേറ്റ് ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കും. സോ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട്, ഈ ഷാഫ്റ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൂവിങ് പ്ലേറ്റ്സിനെ ടേൺ ചെയ്യാൻ പറ്റും. മൂവിങ് പ്ലേറ്റ്സിനെ ടേൺ ചെയ്യാൻ പറ്റും. സോ മൂവിങ് പ്ലേറ്റ്സിനെ ടേൺ ചെയ്യുന്ന ടൈമിൽ ഈ മൂവിങ് പ്ലേറ്റ്സും ഫിക്സഡ് പ്ലേറ്റ്സും ഓവർലാപ്പിംഗ് ആയി വരുന്ന ഏരിയ ചേഞ്ച് ആവും. അതായത് നമ്മൾ ഈ ഒരു മൂവിങ് പ്ലേറ്റ്സിനെ മൂവ് ചെയ്യുന്ന ടൈമിൽ, ടേൺ ചെയ്യുന്ന ടൈമിൽ ഈ മൂവിങ് പ്ലേറ്റ്സിന്റെ ഏരിയയും അതേപോലെ ഫിക്സഡ് പ്ലേറ്റ്സിന്റെ ഏരിയയും കോമൺ ആയി വരുന്ന ഏരിയ, രണ്ടിന്റെയും ഏരിയ കോമൺ ആയിട്ട് ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന ഏരിയ ചേഞ്ച് ആവും. സോ ഈ ഓവർലാപ്പിംഗ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓവർലാപ്പിംഗ് ഏരിയ കുറയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് അതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ഗ്യാങ് കപ്പാസിറ്ററിൽ കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. സോ വി ക്യാൻ ചേഞ്ച് ദ കപ്പാസിറ്റൻസ് വാല്യൂ ഇൻ എ ഗ്യാങ് കപ്പാസിറ്റർ ബൈ റൊട്ടേറ്റിംഗ് ദ ഷാഫ്റ്റ്. ഓക്കെ, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പ്ലേറ്റ്സ് എന്ത് ചെയ്യും, അതിന്റെ കൂടെ റൊട്ടേറ്റ് ആവും. സോ ഓവർലാപ്പിംഗ് ഏരിയയിൽ ഡിഫറൻസ് വരും, അതായത് ഒന്നെങ്കിൽ കുറയാം അല്ലെങ്കിൽ കൂടാം. സോ ഓവർലാപ്പിംഗ് ഏരിയ കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും, ഓവർലാപ്പിംഗ് ഏരിയ കുറയുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ ഡിക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഗ്യാങ് കപ്പാസിറ്ററിൽ കപ്പാസിറ്റൻസ് വാല്യൂ വേരി ചെയ്യുന്നത്. Now this gang capacitor is a group of capacitor ganged together. ഒരു ഗ്രൂപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഗാങ്ഡ് ടുഗദർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗ്യാങ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. Now this gang capacitor is a rotor stator type variable capacitor. Okay, so ഈ ഫിക്സഡ് പ്ലേറ്റ്സ് ഉണ്ട്, അതിനെ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ സ്റ്റേറ്റർ എന്നാണ് പറയുന്നത്. അതേപോലെ മൂവിങ് പ്ലേറ്റ്സ് ഉണ്ട്, ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ റൊട്ടേറ്റിംഗ് പ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. സോ റോട്ടർ സ്റ്റേറ്റർ ടൈപ്പ് വേരിയബിൾ കപ്പാസിറ്റർ ആണ് നമ്മളുടെ ഗ്യാങ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്, വിച്ച് കൺസിസ്റ്റ്സ് ഓഫ് ടു സെറ്റ്സ് ഓഫ് മെറ്റൽ പ്ലേറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ദ ഫിക്സഡ് പ്ലേറ്റ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ മൂവിങ് പ്ലേറ്റ്സ്. അതാണ് രണ്ട് സെറ്റ്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മീൻ ചെയ്തിട്ടുള്ളത്. Now fixed plates are connected to form the stator and movable plates are connected together on a shaft to form the rotor. Movable plates എല്ലാം കൂടെ
കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ റോട്ടർ ഉണ്ടാക്കുന്നത്. അതേപോലെ ഫിക്സഡ് പ്ലേറ്റ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റർ എന്ന് പറയുന്നത്. Now the capacitance is varied by rotating the shaft and they are mainly used in radio receivers. Radio receivers-ലാണ് നമ്മൾ GAN capacitor mainly യൂസ് ചെയ്യുന്നത്. Now let's go to the second one, that is the trimmer. Trimmer-ലേക്ക് പോയി കഴിഞ്ഞാൽ now in trimmer two metal plates are separated by mica or ceramic as the dielectric. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ here you can see we have two metal plates. First one is this blue color and second one is this blue color. So these are the two metal plates. Okay, first one is this one and second one is this one. So these metal plates are separated by mica or ceramic. Mica അല്ലെങ്കിൽ ceramic യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മെറ്റൽ പ്ലേറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൈക്ക അല്ലെങ്കിൽ സെറാമിക് ആണ് നമ്മൾ ഡയലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, now a screw is used to vary the distance between the plates. So ഈ പ്ലേറ്റ്സിന്റെ ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റിംഗ് സ്ക്രൂ എന്ന് നമ്മൾ പറയും. സോ സ്ക്രൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഡിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വാല്യൂ ഡിക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് കപ്പാസിറ്റൻസ് വാല്യൂയിൽ വേരിയേഷൻ വരുന്നത്. ഓക്കെ, സോ ബൈ അഡ്ജസ്റ്റിംഗ് ദ സ്ക്രൂ വി ക്യാൻ വേരി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. ഓക്കെ, വെൻ ദ distance is increasing, capacitance value decreases. When the distance decreases, capacitance value increases. Okay, so when distance decreases, capacitance increases. So trimmers are mainly used where once the setting is made, there are no frequent tuning. Frequent tuning ആവശ്യമില്ലാത്ത സർക്യൂട്ട്സിലാണ് നമ്മൾ ഈ ട്രിമ്മേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഒരു പ്രാവശ്യം നമ്മൾ അതിന്റെ സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്യൂണിംഗ് ഒന്നും ആവശ്യമില്ലാത്ത സർക്യൂട്ട്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രിമ്മേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് വെരി ലോ കപ്പാസിറ്റൻസ് വാല്യൂ. ലോ കപ്പാസിറ്റൻസ് വാല്യൂ ആണ് ഈ ട്രിമ്മേഴ്സിനുള്ളത്. ദാറ്റ് വിൽ ബി ഇൻ പൈക്കോഫാരഡ്. പൈക്കോഫാരഡ് റേഞ്ചിലാണ് കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ളത്. ഓക്കെ, ആൻഡ് ദേ ആർ മെയിൻലി യൂസ്ഡ് ഇൻ TV, radio and other broadcast receivers. TV, radio അല്ലെങ്കിൽ അതുപോലത്തെ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സിലാണ് നമ്മൾ ഈ ഒരു ട്രിമ്മർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് പാഡർ. സോ പാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് വേരിയബിൾ കപ്പാസിറ്റർ. ഇതിൽ രണ്ട് കോൺസെൻട്രിക്കലി മൗണ്ടഡ് മെറ്റൽ കപ്സ്, അലുമിനിയം കപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ രണ്ട് കപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി ദീസ് ആർ ടു കപ്സ് ആൻഡ് ദീസ് കപ്സ് ആർ കണക്റ്റഡ് യൂസിങ് എ സ്ക്രൂ. ഒരു സ്ക്രൂ യൂസ് ചെയ്തിട്ട് രണ്ട് കപ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ ടേണിംഗ് ദ സ്ക്രൂ വി ക്യാൻ വേരി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കപ്സ്. ഈ കപ്സിന്റെ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാൻ പറ്റും ബൈ ടേണിംഗ് ദ സ്ക്രൂ. ഇതിൽ ഡയലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ആണ്. സോ ഇതിന്റെ ഉള്ളിൽ എയർ ആയിരിക്കും. ഡയലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എയർ ആണ്. ഓക്കെ, സോ ബൈ ടേണിംഗ് ദ സ്ക്രൂ വി ക്യാൻ അഡ്ജസ്റ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കപ്സ്. സോ ഡിസ്റ്റൻസ് കുറയുമ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ കുറയും. ഓക്കെ, നൗ ദീസ് ആർ ഹൈ വാല്യൂ കപ്പാസിറ്റേഴ്സ്. ഹൈ വാല്യൂ കപ്പാസിറ്റേഴ്സ് ആണ് ട്രിമ്മേഴ്സ് എന്ന് പറയുന്നത്. Consists of two aluminum cups aligned concentrically. Now distance between the cups can be varied by turning the screw. Capacitance value എന്ന് പറയുന്നത് 5 picofarad to 600 picofarad. ഇത്രയും കപ്പാസിറ്റൻസ് ഉള്ള പാഡേഴ്സ് അവൈലബിൾ ആണ് എന്നർത്ഥം. ഓക്കെ, സോ ഈ ഒരു കപ്പാസിറ്റേഴ്സിന്റെ വേരിയബിൾ കപ്പാസിറ്റേഴ്സിന്റെ കേസ് പറയുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ദ കപ്പാസിറ്റൻസ് ഇക്വേഷൻ. നമുക്കൊരു കപ്പാസിറ്റൻസ് ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. നൗ ദിസ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ദിസ്: C equal to epsilon 0 epsilon r A by D. For here capacitance is proportional to A by D, right? When area increases, area between the plates increases. When area increases, capacitance increases.
when distance between the plates increases, capacitance decreases. Okay, so A is the area of the plates, D is the distance between the plates, epsilon 0 is the permittivity in free space, and epsilon r is the relative permittivity of the dielectric. അതേപോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. Now this breakdown voltage is the voltage above which the dielectric material inside the capacitor will break and conduct. Dielectric material എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. സോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലും കൂടുതൽ വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസുലേറ്റർ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. സോ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് കൂടുതൽ വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡയലക്ട്രിക് മെറ്റീരിയൽ ബ്രേക്ക് ആവും, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ട്രോയ് ആയി എന്നർത്ഥം. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ്. മെയിൻലി യൂസ്ഡ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആർ ഗ്യാങ് കപ്പാസിറ്റർ, ട്രിമ്മർ ആൻഡ് പാഡർ. I hope this session will be helpful for you. See you in the next session.